പ്രതി ഇനി ഭർത്താവാണെങ്കിലും ബലാത്കാരം കുറ്റകരമാണെന്ന് ഗുജറാത്ത് ഹൈക്കോടതി വിധിച്ചു. ശരീരത്തിൽ സ്ത്രീയുടെ അവകാശമില്ലാതെ സ്പർശിച്ചാൽ ബലാത്കാരത്തിൻ്റെ നിലപാടിൽ ഭർത്താവും പെട്ടുപോകുമെന്നാണ് കോടതി വിധി. എല്ലാ വിദേശ രാജ്യങ്ങളുമുള്ള സമീപനം ഇന്ത്യയിലും ബാധകമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, പറയൂ വിശദാംശങ്ങൾ. SKN നമ്മുടെ ഈ വിവാഹ നിയമങ്ങളുമായി ബന്ധപ്പെട്ടും ഭാര്യ ഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിലപാട്. നമ്മുടെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മാരിറ്റൽ റേപ്പ് എന്ന വിഷയത്തിൽ ഉള്ള കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് വ്യത്യസ്ത ഹൈക്കോടതികൾ പാസാക്കിയ വിധികളുടെ അടിസ്ഥാനത്തിലുള്ള അപ്പീലുകളാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായി അഥവാ അസന്നിഗ്ധമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളെയും നിലവിലുള്ള വിധികളെയും എല്ലാം താരതമ്യപ്പെടുത്തിയാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലുള്ള നിയമങ്ങളുടെ പരിധിയിൽ പരിശോധിക്കുമ്പോഴും ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ വിവാഹം കഴിച്ചു അഥവാ ഭർത്താവാണ് എന്ന വിധത്തിൽ ഒരു ന്യായം പറഞ്ഞ് രക്ഷ നേടാനായിട്ട് സാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് പവിത്രതയുണ്ട്. ആ പവിത്രത കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകണം. ബലാത്കാരമാണ് നടക്കുന്നത് എങ്കിൽ ആ പവിത്രത നഷ്ടമാവുകയാണ്. ആ ബന്ധത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാകുന്ന വിധത്തിലേക്കാണ് ആ കാര്യം പോകുന്നത്. അതുകൊണ്ട് ഭർത്താവാണെങ്കിൽ കൂടി സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അവളുടെ അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവൾക്ക് അസന്തുഷ്ടി തോന്നുന്നെങ്കിലോ അത് കുറ്റകരമാണ് എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ വിഷയം നേരിടാൻ പര്യാപ്തമാണ് എന്നുകൂടി ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹി, കർണാടക അടക്കമുള്ള കോടതികൾ നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിധിയിലൂടെ ഗുജറാത്ത് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. രാജ്കോട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി നൽകിയത്. അവരുടെ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.